ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നല്ലൊരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകി. അതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ഒരു നിമിഷം 117 സങ്കീർത്തനം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 117. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കും. 117 സങ്കീർത്തനത്തിൽ ദാവീദ് പറയാണ്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു നല്ല അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. അത് ദൈവമഹത്വത്തിന് കാരണമാകും, നമ്മളിൽ ദൈവശക്തീകരണത്തിനും അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ സമയം നിങ്ങൾ കർത്താവിന്റെ ആത്മാവിൽ അല്പനേരം എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സ്തുതിക്കാനായി എല്ലാവരും കടന്നു വരിക. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച്, റോമക്കാർക്ക് എഴുതിയ ലേഖനം, റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അതിന്റെ 11-ാം തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷിക്കാനിടയാകട്ടെ. തീഷ്ണതയിൽ മാന്യം കൂടാതെ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ എപ്പോഴും അധികമായ തീഷ്ണത ഉണ്ടാകും. ആ ബന്ധത്തിലാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതിന് 100% വളർച്ചയാണ്, അതിന് 100% റിസൾട്ടാണ്. ആ തീഷ്ണതയിൽ വെളിപ്പെടുന്ന എല്ലാ പ്രാർത്ഥനയും സ്തുതിപ്പും ശുശ്രൂഷയും ദൈവസന്നിധിയിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. തീഷ്ണത ഉണ്ടാകണം. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ എത്ര കടുപ്പമേറിയ സഹനങ്ങൾ ഉണ്ടായാലും നമ്മുടെ അകത്തുള്ള തീഷ്ണത കൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കണം, ജയിക്കണം. നമ്മളെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനത്തിൽ ദാനിയേൽ പ്രവാചകനും അവിടെയുള്ള 3 ചെറുപ്പക്കാർ അവര് പറയുന്ന ഒരു പ്രഖ്യാപനമാണ്, രാജാവേ, നീ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലിയ തീച്ചൂളയിലേക്ക് നീ ഞങ്ങളെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ തീച്ചൂളയ്ക്കകത്ത് നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോവുകയോ
ഞങ്ങളുടെ തീഷ്ണത കുറഞ്ഞു പോവുകയില്ല എന്നൊരു വിശ്വാസ പ്രഖ്യാപനം അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും, വെല്ലുവിളികൾ ഉണ്ടായാലും, സാഹചര്യം നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, അതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം. നമുക്ക് ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേക സീസണൊന്നുമില്ല. എല്ലാ സമയത്തും നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള സീസണാണ്. പ്രതികൂലത്തിലാണെങ്കിലും അനുകൂലത്തിലാണെങ്കിലും നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷയ്ക്ക് ഒരിക്കലും പ്രതികൂലമില്ല, എപ്പോഴും അനുകൂലമാണ്. ശുശ്രൂഷ എപ്പോഴും അനുകൂലമായി നിൽക്കുകയാണ്. നമ്മളങ്ങ് ചെയ്താൽ മതി, നമ്മൾ ആ ശുശ്രൂഷ ആവർത്തിച്ചാൽ മതി. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്, എന്നിൽ കിടക്കുന്ന അഭിഷേകത്തിൽ ഞാൻ തീഷ്ണതയിലാണോ, ഞാനൊരു തീഷ്ണതയുള്ള വ്യക്തിയാണോ, എൻ്റെ അകത്ത് എപ്പോഴും ഒരു തീഷ്ണത ഉണ്ടോ, ഒരു തീ കത്തുന്നത് പോലുള്ള അനുഭവം എനിക്കുണ്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ, ആ തീനെ കത്തിക്കാൻ എന്ത് റിസ്ക് എടുക്കാൻ പറ്റുമോ, എത്ര ദിവസം ഉപവസിക്കാമോ, എത്ര തന്നെ കർത്താവിന്റെ വചനത്തിൽ ഇരിക്കാവോ, എത്ര തന്നെ വേർപെട്ട് നിന്ന് ആരും അറിയാത്തൊരു സ്ഥലത്ത് പതുങ്ങിയോ ഒതുങ്ങിയോ ഇരിക്കാവോ, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഈ ശക്തി സംഭരിച്ചെടുക്കണം, ഈ തീഷ്ണത വർദ്ധിപ്പിച്ചെടുക്കണം. തീഷ്ണതയിൽ മാന്ദ്യമുണ്ടാകരുത്. അങ്ങനെ തീഷ്ണതയിൽ മാന്ദ്യമുണ്ടായാൽ ആ വ്യക്തിയോട് പ്രവർത്തിക്കുന്നതിന് പരിമിതി ഉണ്ടാവും. ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധരായ നിങ്ങൾ ദൈവത്തിനെ ആരാധിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ സന്തോഷമാണ് തോന്നിയത്. തീഷ്ണതയോടെ നിങ്ങളുടെ ഉള്ളിലെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആത്മാവിൽ അറിഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മരണം വരെയും, നിങ്ങൾ എന്നാണ് മരിക്കുന്ന അന്നും നിങ്ങൾ ഇങ്ങനെ തീഷ്ണതയോട് ജ്വലിച്ച്, ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ അനുഗ്രഹിച്ച് അവരോടൊരു പ്രവചനം പറഞ്ഞ് മരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം ഭാഗ്യം തരട്ടെ. നിങ്ങളുടെ ഒരു ശുശ്രൂഷ മുഖത്ത് വെച്ച് നിങ്ങൾ മരിച്ച് കർത്താവിന്റെ നിത്യതയിൽ കടക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ. എപ്പോഴും ജ്വലിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോയി, ചെവിയുടെ കേൾവി പോയി, നമുക്ക് ഓർമ്മശക്തി ഇല്ലാതെ ഒരു മരണം വരാതിരിക്കട്ടെ. നമ്മൾ കർത്താവിന്റെ മുഖത്ത് ജ്വലിക്കുന്നവരായി തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ശുശ്രൂഷയുടെ മുൻപിൽ ആരെങ്കിലും ശത്രുക്കൾ വന്ന് വെടിവെച്ചോ അല്ലെങ്കിൽ കഴുത്തറത്തോ അല്ലെങ്കിൽ ബോംബെറിഞ്ഞോ ഒക്കെ കൊല്ലുമ്പോൾ നമുക്ക് തീഷ്ണതയോടെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുവാൻ ദൈവം നമുക്ക് നല്ലൊരു അവസരം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു വിളിയാണ്, ഒരു ജോലിയാണ് സുവിശേഷ വേല. ദൈവരാജ്യ ശുശ്രൂഷയിൽ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഇല്ല. ഒരിക്കലും എന്താ പറയാ, മലയാളത്തിൽ എന്താ പറയാ, അതിന് അവസാനമില്ല. ആ ശുശ്രൂഷയ്ക്ക് തുടക്കമേ ഉള്ളൂ, അതിന്റെ അവസാനമില്ല. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെയും ശുശ്രൂഷകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ പദവിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് മോശ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച് ഒരു 10-28 ലക്ഷം പേരുടെ ഇടയിൽ മിനിസ്റ്റർ ചെയ്ത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടും ശുശ്രൂഷ ഒരുപാട് വർഷങ്ങൾ ചെയ്തിട്ടും പിതാവിന്റെ സന്നിധിയിൽ ചെന്നതിന് ശേഷവും തനിക്കൊരു ശുശ്രൂഷ പിതാവ് ലോകത്തിലേക്ക് അയച്ചൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്തു. അതാണല്ലോ നമുക്ക് താബോറിൽ കാണുന്ന ഈശോയുടെ മുൻപിൽ വന്ന് യേശുവിന്റെ വരും ദിവസങ്ങളിൽ കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കോൺഫറൻസിൽ അവരെ ശുശ്രൂഷിക്കാനിടയായി ഏലിയ പ്രവാചകനും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഈ ഭൂമിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോകുന്നവരല്ല. നമുക്ക് ഒരു റെസ്റ്റും ഇല്ല. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന അന്ന് മുതൽ ഈ ഭൂമിയിൽ മരണം വരെയല്ല, ലോകമുള്ള കാലം എത്രയും ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോടു കൂടെ എത്ര കാലം ആയിരിക്കുന്നു അത്രയും കാലം, ആ കാലം എത്രയും നമ്മൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാണ്. നമുക്ക് അവിടെ ശുശ്രൂഷകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ അപ്പോസ്തലിക സഭയിൽ നമ്മൾ കാണുന്ന വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി. വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ വിശുദ്ധർ അവരുടെ ദൈവസന്നിധിയിൽ അവരുടെ ശുശ്രൂഷ പദവിയിൽ നിന്നാണ് അവർ നമുക്ക് വേണ്ടി ചിലത് വാങ്ങിച്ചു തരുവാൻ,
ചിലത് നമ്മുടെ മുമ്പിൽ കൈമാറുവാനൊക്കെ അവർക്ക് പിതാവാൻ ദൈവത്താൽ ഇവിടെ വെച്ച് കിട്ടിയ നിയോഗമാണ്. അവിടെ ചെന്നപ്പോ വേറൊരു നിയോഗവും ഇല്ല. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഒരു ശുശ്രൂഷകനായി വീണ്ടും ദൈവം അവരോധിക്കുകയല്ല, അഭിഷേകം ചെയ്യല്ല. ഇവിടത്തെ ശുശ്രൂഷ തന്നെ അവിടെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശുശ്രൂഷയിൽ നിന്ന് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല. ശുശ്രൂഷയിൽ നിന്ന് ആരും പിരിയുന്നില്ല, വേർപിരിയുന്നില്ല. ശുശ്രൂഷയോട് കൂടിയാണ് വിളിക്കപ്പെട്ട നിമിഷം മുതൽ നമുക്ക് അതിന്റെ അവസാനം നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ ദൈവമായിരിക്കുന്ന പോലെ തന്നെ നമ്മളും ദൈവത്തോടു കൂടെ ആയിരിക്കും. ശുശ്രൂഷയിൽ ദൈവം എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവുള്ള നമ്മളും നമ്മുടെ ആത്മാവിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവർത്തന നിരതരായി കൊണ്ടുവരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, നമ്മുടെ വിളി ഒരു അസാധാരണ നിലയിലുള്ള വിളിയാണ്. നമുക്ക് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജോലിയോ പോലെ എന്ന് ഉപമിക്കാനൊന്നും കഴിയുകയില്ല. അങ്ങനെയുള്ള എല്ലാ ജോലിക്കും ഒരു റിട്ടയർമെന്റ് ഉണ്ട്. തീരെ വയ്യാതെ ആകുമ്പോൾ എല്ലാ ജോലിയിൽ നിന്നും പിന്മാറുന്നത് പോലെ, ആ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് പോലെ ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഒരാളും വിരമിക്കപ്പെടുന്നില്ല. അതാണ് അതിന്റെ മഹനീയത, അതാണ് അതിന്റെ മഹത്വം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ശുശ്രൂഷ വിളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വില ഈ ഭൂമിയിൽ ആരും പറയുന്നത് പോലെയോ കാണുന്നത് പോലെയോ നൽകുന്നത് പോലെയോ അല്ല. നമ്മുടെ വില ദൈവത്തിന് എന്ത് വിലയുണ്ടോ അതേ വിലയിലാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ലാസ്റ്റർ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന ആ സംഭവം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ലാസ്റ്റർ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുമ്പോൾ ഈ ധനവാൻ നരകക്കുഴിയിൽ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്: പിതാവേ, എനിക്ക് 3-4 സഹോദരന്മാരുണ്ട്. അവരാരും ഈ നരകക്കുഴിയിലൂടെ വരാതിരിക്കാൻ നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞ ഒരു വലിയ രഹസ്യം, ഒരു വലിയ പ്രഖ്യാപനം, ഒരു വലിയ സത്യം. അവിടെ പ്രവാചകന്മാരും സുവിശേഷകരുമുണ്ട്, ദൈവ ശുശ്രൂഷകരുണ്ട്. അവരാണ് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ. അവര് കയറി അബ്രഹാമിന്റെ മടി റെസ്റ്റ് എടുക്കുന്ന ശുശ്രൂഷകരല്ല. എന്നാൽ ലാസർ അങ്ങനെയല്ല. ലാസർ ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടവനല്ല. ലാസർ ഒരു ഭക്തനായിരുന്നു, ദൈവത്തിൽ ആശ്രയിച്ചവനാണ്. ദൈവത്തിൽ ആശ്രയിച്ച ഭക്തന് റെസ്റ്റ് ഉണ്ട്. അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റും ഉണ്ടോ? അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു കോളിലാണ്, ഒരു വിളിക്കകത്താണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനെ ഓർത്ത് നമ്മളെപ്പോഴും, അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം നമ്മൾ ആരാണെന്ന് സുബോധത്തോടെ വേണം അവിടെയെല്ലാം ആയിരിക്കാൻ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രവാചകനായ ബാലാമിന്റെ ചില ദൈവിക ഇടപെടലിനെ കുറിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ തന്നെ ഇത് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുമ്പോഴാണ് പല ജ്ഞാനവും എനിക്കും അറിയാൻ കാരണമായി തീരുന്നത്. എനിക്ക് മുൻപരിചയമില്ല. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് ഒരു മുൻപരിചയമില്ല, മുന്നറിവില്ല. എന്നാൽ നമ്മളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വാക്കുകൾ തരുന്നു, ജ്ഞാനം തരുന്നു, ബോധ്യങ്ങൾ തരുന്നു, വെളിപാടുകൾ തരുമ്പോൾ ഈ അവസരത്തിലാണ് എനിക്കും ഇത് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഈ മഹാരഹസ്യങ്ങളുടെ ആ ഏരികളെല്ലാം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന ഈ ശ്രേഷ്ഠമായ അവസരങ്ങൾ നമ്മൾ ഹൃദയത്തിൽ അങ്ങനെ പിടിച്ചെടുക്കണം. എന്ത് വില കൊടുത്തും ഒപ്പിയെടുക്കണം. അതിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കണം. അതിൽ നമ്മൾ ജീവിച്ച് റിട്ടയർമെന്റ് ഇല്ലാത്ത ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും തലയിൽ നിന്ന് കൈവെക്കാൻ കർത്താവ് എനിക്കൊരു അവസരം തരണേ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ് എൻ്റെ മരണദിനത്തിൽ കർത്താവിന്റെ വലിയൊരു അഭിഷേകം എൻ്റെ മേൽ പകരപ്പെടണമേ എന്ന്. ദൂതന്മാർ വഴി വന്ന് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്ന ഒരു കാര്യം ഞാൻ പറയാതെ തന്നെ ദൈവം ചെയ്യുന്നതാണ്. എന്നാൽ എനിക്ക് പറഞ്ഞ് ദൈവം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം,
എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതല്ല. അത് ഞാൻ പറയാതെ തന്നെ നമ്മളെല്ലാവരും ദൈവം കൊണ്ടുപോകും, ദൂതന്മാരാൽ കൊണ്ടുപോകും. പക്ഷെ പറഞ്ഞ് ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ശുശ്രൂഷാ മുഖത്ത് വെച്ച് മരിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമാണ്. രണ്ടാമത്തേതിൽ എൻ്റെ മരണസമയത്ത് ആരെങ്കിലും ഒന്ന് അഭിഷേകം ചെയ്ത് മരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ചിലത് ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തരുമ്പോൾ അത് പിന്നീട് ഒരിക്കലും ആ ശബ്ദം, ആ പ്രബോധനം, ആ ജ്ഞാനം, ആ ബോധ്യം വെളിപ്പെടണമെന്നില്ല. നമ്മുടെ മരണം വരെയും അത് ആ സമയത്ത്, ആ ഒരു സമയത്ത് മാത്രമായി ദൈവം കൈമാറുന്ന ചില ജ്ഞാന രഹസ്യ ഏരുകളുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങളാണല്ലോ, എല്ലാം രഹസ്യമാണല്ലോ. എല്ലാ ദൈവിക കാര്യങ്ങളും രഹസ്യമാണ്. കുറച്ച് കാര്യം മാത്രമേ ഈ ബൈബിൾ വഴി ദൈവം പരസ്യമാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യവും രഹസ്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എനിക്ക് അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അത് മനുഷ്യ സഹജമായി ഗ്രഹിക്കാൻ പറ്റുന്നതല്ല, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്, അതിശയകരമാണ്. ഒരിക്കലും അത് അവന്റെ ചിന്തയിൽ പോലും ഭാവനയിൽ പോലും അത് വരികയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞ് യേശു ആ ശുശ്രൂഷ തൽക്കാലം നിർത്തി പിതാവിലേക്ക് കടന്നു പോകാനിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ വിധത്തിലുള്ള ചില ജ്ഞാനം അത് പിടിച്ചെടുക്കണം. അത് പിന്നീട് ഒരിക്കലും ആ ഒരു അവസരം കിട്ടണമെന്നില്ല. ചിലത് പിന്നീട് പല അവസരങ്ങളിൽ നമുക്ക് ജനത്തെ പഠിപ്പിക്കാൻ ഒരുപക്ഷെ ദൈവം ഒരവസരവും സഹായവും ചിലപ്പോ ചെയ്തെന്ന് വരാം. എന്നാൽ മിക്കവാറും തന്നെ അത് നമ്മളിൽ രൂപപ്പെട്ട്, നമ്മളിൽ പ്രബലമായി, നമ്മുടെ ഉള്ളിൽ ജീവനായി, അതൊരു വടവൃക്ഷമായി തീരുന്ന ഒരു വളർച്ചയിലേക്കാണ് ഒട്ടുമുക്കാലും ആ മേഖലകളിൽ ദൈവം നമ്മളെ വളർത്തിയെടുക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്, കൈമാറുന്നതല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ധ്യാനിച്ച ആ തിരുവചനത്തോട് ചേർന്നുള്ള അടുത്ത വാക്കുകളാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ നയിക്കുമെന്നും എന്ത് വിളമ്പിത്തരുമെന്നും നമുക്കൊന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ആത്മാവിനോട് സഹകരിച്ചു കൊണ്ടിരിക്കാം. പ്രിയമുള്ളവർ, വലിയൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുക. ആത്മാവിനോട് സഹകരിക്കുക, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ഇതിനു മുമ്പ് നടന്ന സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിന്റെ 21 ദിവസത്തെ പ്രോഗ്രാമിലെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന ആളുകളിലെല്ലാം അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനം കഴിഞ്ഞ് 15-ാം തിരുവചനത്തിന്റെ അവസാന ഒരു വാക്ക് നമ്മൾ വായിച്ച് 16-ാം തിരുവചനത്തിലേക്ക് കടക്കുകയാണ്. ആരെങ്കിലും ബൈബിൾ ഉള്ളവർ, POC ബൈബിൾ കൈകാര്യം ചെയ്യുന്നവർ ഈ സമയത്ത് ആരെങ്കിലും ഒന്ന് വായിച്ചു തന്നാൽ ഒരു ഉപകാരമായി. സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിന്റെ അവസാനത്തെ സെന്റൻസ് ഒന്ന് വായിക്കാവോ? ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ വായിക്കാവോ? സംഖ്യ 24:15 അതിന്റെ അവസാനത്തെ പോർഷൻ മാത്രം, ആ ഒരു ഏരിയ. ബാലാം പ്രവചനം തുടർന്നു. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം. കേട്ടോ, ശ്രദ്ധിച്ച്. പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ദർശനം ലഭിച്ചവന്റെ പ്രവചനം. തനിക്ക് ദർശനമുണ്ടായി, ദൈവത്തിൽ നിന്ന് ചിലത് ലഭിച്ചു. അതിന് പ്രിയമുള്ളവരെ, ഒരു ദൈവ ശുശ്രൂഷൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്താണ് എനിക്ക് ലഭിക്കാനുള്ളത്, ദൈവത്തിൽ നിന്ന് എന്താണ് എനിക്ക് ഈ മണിക്കൂറിൽ നൽകപ്പെടുന്നത്, ദൈവം എന്താണ് ഈ മണിക്കൂറിൽ എനിക്ക് കൈമാറുന്നത്. അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ദാഹം, അന്വേഷിക്കുന്നത് മറ്റൊന്നുമായിരിക്കില്ല. ദൈവത്തിൽ നിന്ന് ഈ മണിക്കൂറിൽ എന്ത് ലഭിക്കുന്നു, ദൈവത്തിൽ നിന്ന് ഈ മണിക്കൂറിൽ എനിക്ക് എന്ത് കൈമാറുന്നു, ദൈവത്തിൽ നിന്ന് ഈ മണിക്കൂറിൽ എനിക്ക് എന്ത് നേടാം. വേറെ ഒന്നും ഒരു ദൈവ ശുശ്രൂഷനെ സംബന്ധിച്ച് അവൻ പരിഗണിക്കുന്ന കാര്യമല്ല. അതൊരു ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതല്ല. മറ്റെല്ലാം
ഇതിന് തുല്യമായി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത് അവന്റെ വിശുദ്ധ ജീവിതത്തിൽ ഒന്നാമത്തേതിലായിരിക്കും. അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതും അന്വേഷിക്കുന്നതും ഈ മണിക്കൂറിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കാനുണ്ട്, ഈ മണിക്കൂറിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും, ഈ മണിക്കൂറിൽ എന്റെ ദൈവത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്, അതറിയുവാനുള്ള തീഷ്ണത അവന്റെ മേൽ ഭരിച്ചുകൊണ്ടിരിക്കും, ഭരണം നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവന് മനുഷ്യരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെടേണ്ട വരികയില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവന് എന്തു വേണമോ അതെല്ലാം ദൈവം അവന് ചുറ്റും, അവന്റെ ഉള്ളിലും, അവന്റെ ജീവിതത്തിന്റെ വഴിത്താരയിലും ദൈവം ആക്കി വെച്ചിട്ടുണ്ടാകും. അവനായിട്ട് ഒന്നും അന്വേഷിച്ച് പോകേണ്ടതായി വരികയില്ല. ദൈവം അവന് വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കും. കാരണം അവൻ മനുഷ്യരുടെ മുമ്പിൽ ഒന്നും അന്വേഷിക്കുന്നില്ല. അവൻ മനുഷ്യന്റെ സാധ്യതകളെ വിലമതിക്കുന്നില്ല. അവൻ ദൈവത്തിന്റെ കഴിവിലാണ് ആശ്രയിക്കുന്നത്. ഈ മണിക്കൂറിൽ, ഈ ദിവസത്തിൽ, ഈ സാഹചര്യത്തിൽ എന്റെ ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കും, എന്റെ ദൈവത്തിന് എന്താണ് എന്നോട് പറയാനുള്ളത്, എന്റെ ദൈവം എന്റെ കയ്യിൽ എന്താണ് കൈമാറുന്നത്, എന്റെ ദൈവത്തിൽ എനിക്ക് എന്താണ് ഇരിക്കുന്നത്, എന്റെ ദൈവത്തിൽ എന്താണ് എനിക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്, അവൻ എപ്പോഴും അവന്റെ ഹൃദയത്തിലും, അവന്റെ ജീവിതത്തിലും, അവന്റെ വഴികളിലും, അവന്റെ ശുശ്രൂഷകളിലും, അവന്റെ പരസ്യത്തിലും സ്വകാര്യതയിലെല്ലാം അവൻ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും. എന്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സാധ്യതയുണ്ട്, എന്തൊക്കെ ലഭിക്കാനുണ്ട്, എന്തൊക്കെ ലഭിക്കും, അതെല്ലാമാണ് അവന്റെ തീഷ്ണത. അവൻ അതിലായിരിക്കും ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കാണുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കുവാൻ ഒരു തീഷ്ണത നമ്മുടെ മേൽ ഭരണം നടത്തണം. അതിനെ നമ്മൾ ജ്വലിപ്പിക്കണം, അതിനെ നമ്മൾ വളർത്തിയെടുക്കണം. ആ ഏരിയയെ നമ്മൾ വളർത്തിയാൽ മാത്രമേ സത്യത്തിൽ നമുക്കൊരു നല്ല വിജയിക്കുന്ന ശുശ്രൂഷ, നമ്മുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷ ചെയ്ത് ദൈവസന്നിധിയിൽ തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് അവൻ സ്വീകരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ എനിക്ക് എന്തോ ഉണ്ട് എന്ന് ഞാൻ അറിയാൻ ദൈവത്തിൽ നിന്ന് കാണുന്ന കാഴ്ചയുടെ പേരാണ് ദർശനം. ദർശനം, വെളിപാട്. ഇത് അതതിന്റെ പൂർണ്ണ അളവിൽ പ്രാപിച്ച ഭക്തനായ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്തി ചാപ്റ്റർ 12 വേഴ്സ് 1 അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: ദർശനങ്ങളുടെ വെളിപാടുകളുടെ ആധിക്യം. കണ്ടോ? ഒരു ദൈവ മനുഷ്യൻ എപ്പോഴും, ഒരു ദൈവ ശുശ്രൂഷകൻ എപ്പോഴും, കർത്താവിന്റെ പ്രവാചകന്മാർ എപ്പോഴും, കർത്താവിന്റെ അപ്പോസ്തലന്മാർ എപ്പോഴും ഒരു ദൈവ ശുശ്രൂഷകനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദർശനം പ്രാപിക്കുന്നവനായിരിക്കണം, വെളിപാടുകൾ പ്രാപിക്കുന്നവനായിരിക്കണം, ദൈവാലോചനയോട് നല്ല ബന്ധം പുലർത്തുന്നവനായിരിക്കണം. ദൈവാലോചന അവന്റെ ജീവിതചര്യയായിരിക്കണം. അവന്റെ ജീവിതത്തിലെ മുഴുവേരികളിലും ഉള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരിക്കും ദൈവത്തിൽ നിന്ന് കാണുക, ദൈവത്തിൽ നിന്ന് കാണുക, ദൈവത്തിൽ നിന്ന് അറിയുക എന്നുള്ള ഒരു ഏരിയ. അദ്ദേഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, ദർശനം ലഭിച്ച വ്യക്തി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ദർശനങ്ങൾ ഉണ്ടാകണം. ദർശനങ്ങളില്ലെങ്കിൽ നമ്മൾ അതിന്റെ പൂർണ്ണ നിലയിൽ കർത്താവിന് മഹത്വം നൽകുന്ന വിധത്തിലുള്ള ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് കൈകളിൽ എടുക്കാൻ സാധിക്കാതെ വരും.
ദർശനം ദൈവത്തിൽ നിന്നും തുടങ്ങി ദൈവാത്മാവിലൂടെ ദൈവമനുഷ്യന്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു കാഴ്ചയാണ് ദർശനം. ഈ ദർശനമെല്ലാം സംഭരിക്കപ്പെട്ട് കിടക്കുന്നത് ദൈവ മനസ്സിലാണ്. ദൈവ മനസ്സ് ദർശനങ്ങളുടെ വലിയൊരു നിഗൂഢ ഏരിയയാണ്. അപ്പൊ ദൈവ മനസ്സിലാണ് ദൈവ മനസ്സിൽ നിന്നാണ് ദർശനങ്ങൾ ഊരിത്തിരിഞ്ഞു വരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദർശനങ്ങൾ ദൈവ മനസ്സിൽ നിന്ന് ഉളവാകുന്നതുണ്ട്, ദൈവരാജ്യത്തിൽ നിന്ന് ഉളവാകുന്നതുണ്ട്. ദൈവരാജ്യത്തിലെ കാഴ്ചകൾ കാണുന്ന ദർശനങ്ങളുണ്ട്, ദൈവിക സംവിധാനങ്ങൾ ദൈവമാക്കി വെച്ചിരിക്കുന്നത് കാണുന്ന ദർശനങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ചിലപ്പോൾ നമ്മളെ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ദർശനങ്ങൾ കണ്ട കാഴ്ചകളല്ല. അവിടെ 7 ദീപപീഠങ്ങൾ, ആലയങ്ങൾ, അവിടെ മഹത്വത്തിന്റെ സിംഹാസനം, അതുപോലെ പളുങ്ക് കടൽ, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളെല്ലാം അദ്ദേഹം കണ്ടത് ആ സ്വർഗീയ സ്ഥലത്തെ കാഴ്ചകളാണ്. എന്നാൽ ഒരു പ്രവാചകനെ സംബന്ധിച്ച് സ്വർഗീയ സ്ഥലത്തെ കാഴ്ചകളെക്കാൾ കൂടുതൽ അവൻ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാഴ്ചകളും കേൾവികളും ദൈവപിതാവിന്റെ മനസ്സിൽ നിന്നുള്ള കാഴ്ചകളും ദൈവപിതാവിന്റെ മനസ്സിൽ നിന്നുള്ള ശബ്ദങ്ങളുമായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ശുശ്രൂഷകനായി യഥാർത്ഥത്തിൽ ദൈവത്താൽ അവരോധിക്കപ്പെടുന്ന നാൾ മുതൽ അവന് കൈമാറുവാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് മുൻപാകെ ഉണ്ടാകും. ഹല്ലേലൂയ. ഈ ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തില് ഹല്ലേലൂയ ലശറബ ഹതേരകരദിയ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. അദ്ദേഹം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനത്തിൽ കർത്താവ് ജെറമ്യയോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അദ്ദേഹം പറയാണ്, ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കണ്ട ഒരു കാഴ്ച ഇതാണ്. കർത്താവ് ചോദിച്ചു, ജെറമ്യ നീ എന്ത് കാണുന്നു? അദ്ദേഹം പറയാണ്, ഞാൻ ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ കാണുന്നു. അതിന്റെ 12-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടത് ശരി, എന്റെ വചനം നിവൃത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൽ നിന്ന് കണ്ട കാഴ്ച അദ്ദേഹത്തോട് ദൈവം ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നു. ഉടനെ ദൈവം അതിൽ നിന്നും തനിക്ക് ചെയ്യാനുള്ള ഒരു ശുശ്രൂഷ ഇതാണ് എന്ന് പറഞ്ഞ് ആ ശുശ്രൂഷയ്ക്കായി അവനെ നിയോഗിക്കുകയാണ്. കേട്ടോ, എന്റെ വചനം ജാഗ്രതയോടെ നീ ചെയ്യുക, ആ വചന ശുശ്രൂഷ നീ ചെയ്യണം, നീ പോയി സർവീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് ജ്വലിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ബാലാം പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, ദർശനം ലഭിച്ചവന്റെ പ്രവചനം. ദർശനം. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് കണ്ട്, ദൈവത്തിൽ നിന്ന് അറിഞ്ഞ്, ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി ഇതെന്താണോ, ദൈവത്തിൽ നിന്ന് കണ്ട്, ദൈവത്തിൽ നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയത് എന്താണോ അതാണ് നമ്മുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. എന്താണോ അറിഞ്ഞത്, എന്താണോ കണ്ടത്, അതാണ് നമ്മുടെ ശുശ്രൂഷ. വേറെ ഒന്നും നമ്മുടെ ശുശ്രൂഷ അല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ റോമാസഭയില് അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ
ആണോ? അതിന്റെ 12ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഹല്ലേലൂയ 3-ാം തിരുവചനം. യെസ്, റോമ 12:3. ഒന്ന് വായിക്കാവോ? റോമ 12:3. റോമ 12:3. യാ, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, നിർത്തിക്കേ ഉള്ളതിലധികം നിർത്തിക്കേ. എനിക്ക് ലഭിച്ചിരിക്കുന്ന, കണ്ടോ, താൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചിലതെല്ലാം വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. എനിക്ക് ലഭിച്ച, അദ്ദേഹം പറയാണ് എനിക്ക് ലഭിച്ച, അയച്ച്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു. കണ്ടോ, കൃപയാൽ പ്രേരിതനായി. ആ പദമൊക്കെ മറന്നു പോകരുത്. നമ്മുടെ ശുശ്രൂഷയിൽ കൃപയിലുള്ള പ്രേരണ നമുക്കുണ്ടാകണം. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പഠിച്ചു. പ്രേരണ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ. തുറന്ന് വായിച്ച്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. അളവ് കണ്ടോ, അളവനുസരിച്ച്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും ദൈവം ഓരോ അളവ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രവാചകന് ഉപയോഗിക്കുന്ന രീതി ആകണമെന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന രീതി. എല്ലാവർക്കും ഓരോ അളവുകളുണ്ട്. ഈ അളവിൽ നമ്മൾ യാത്ര ചെയ്താൽ മതി. എത്ര കിലോമീറ്റർ ആണ് നമുക്ക്, എത്ര രാജ്യങ്ങളിലേക്കാണ് നമുക്കുള്ള ശുശ്രൂഷ, എത്ര ആയിരം ജനക്കൂട്ടത്തിലാണ് നമുക്ക് സർവീസ് ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിൽ പോയി സർവീസ് ചെയ്യേണ്ടതെന്ന്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അളവ് വെച്ചിട്ടുണ്ട്, ഓരോ ഏരിയകൾ വെച്ചിട്ടുണ്ട്, ഓരോ സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ കൂട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ ശുശ്രൂഷ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ വ്യത്യസ്തങ്ങളായ താലന്തുകൾ കൊണ്ട് ഏതൊക്കെ നിലയിൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമോ എന്നല്ല, ഓരോരുത്തരെ സംബന്ധിച്ചും അളവുണ്ട്. എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് കറക്റ്റായി വരണമെന്നില്ല. അളവ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് ചെയ്യേണ്ട ശുശ്രൂഷയുടെ ഒരു അളവുണ്ട്. നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷയുടെ ഒരു ഏരിയ ഉണ്ട്. ആ അളവിന് പുറത്തോ അളവിന് അകത്തോ ആയി പോകരുത്. കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ നമ്മുടെ വിശുദ്ധ ജീവിതം നിയന്ത്രിക്കണം. നമ്മുടെ ശുശ്രൂഷ ജീവിതം പരിമിതപ്പെടുത്തണം. നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ട് വേറൊരാൾ ചെയ്യരുത്. അങ്ങനെ ആരെയും ഫോളോ അപ്പ് നടത്തരുത്, പിന്തുടരരുത്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ വിളിച്ച വിളിക്കകത്ത് ഒരു ശുശ്രൂഷയുടെ അളവുണ്ട്. ആ അളവിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ ആ ഫ്രെയിമിൽ നിന്ന് വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ. എനിക്ക് ലഭിച്ച കൃപയിൽ നിന്നുള്ള പ്രചോദനം, എനിക്ക് ലഭിച്ച, പത്രോസ് അപ്പോസ്തലന് ലഭിച്ചത് വേറെ ഒന്നാണ്, പൗലോസ് അപ്പോസ്തലന് ലഭിച്ചത് വേറെ ഒന്നാണ്, അപ്പോസ്തലനായ യാക്കോബിന് ലഭിച്ചത് വേറെ ഒന്നാണ്, അപ്പോസ്തലനായ യോഹന്നാൻ ലഭിച്ചതും വേറെ ഒന്നാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ. അതിന് താഴെ അദ്ദേഹം പഠിപ്പിക്കുകയാണ് അളവ്, വിശ്വാസത്തിന്റെ അളവ്. നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷ ജീവിതം ഈ വിധത്തിലായിരിക്കും. ഓരോരുത്തർക്ക് ഈ ഭൂമിയിൽ ഓരോ ഫ്രെയിം ഉണ്ടായിരിക്കും. ഓരോ യാത്രയ്ക്ക് ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയക്ക് അപ്പുറം കടക്കരുത്. എവിടെയാണോ ശുശ്രൂഷ ചെയ്യേണ്ടത് അവിടെ മാത്രമായിരിക്കണം നമ്മുടെ ശുശ്രൂഷ ഉണ്ടാകാൻ പാടുള്ളൂ. എങ്കിൽ ആ ശുശ്രൂഷ 100% ഉന്നതമായിരിക്കും, വിജയകരമായിരിക്കും, അഭിഷേകപരമായിരിക്കും. ഉന്നതമായ പ്രവൃത്തി, ദൈവമഹത്വം, ദൈവശക്തി, അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം ആ നിരയിൽ ഉണ്ടായിരിക്കും. എപ്പോൾ? അളവിൽ, ആ ഫ്രെയിമിനുള്ളിൽ നമ്മൾ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ. അവിടെ കുറെ ചെയ്തു, ഇവിടെ കുറെ ചെയ്തു, അങ്ങനെ ചെയ്തു, കുറെ ഇങ്ങനെ ചെയ്തു അല്ല. സുവിശേഷകൻ സുവിശേഷം പറയണം.
പ്രവാചകൻ പ്രവചിക്കണം. രോഗശാന്തി വരമുള്ളവൻ രോഗികളെ സൗഖ്യമാക്കണം. പ്രവാചകൻ രോഗശാന്തിക്ക് വേണ്ടി മാത്രം ശ്രദ്ധ വെച്ചാൽ രോഗശാന്തിയിൽ ആളുകൾക്ക് ഒത്തിരി അനുഭവം ഉണ്ടാകുന്നു കണ്ടിട്ട്. ഒരു പ്രവാചകൻ കയറി എന്നാൽ നാളെ മുതൽ ഞാൻ രോഗശാന്തി ശുശ്രൂഷയും കൂടെ ചെയ്യണം എന്നൊരു നിർബന്ധം പിടിച്ചാൽ അത് സക്സസ്ഫുൾ ആകണമെന്നില്ല. എന്നാൽ പുതിയ നിയമ പ്രവാചകന്മാർക്കൊക്കെ എല്ലാ കൃപാവരങ്ങളും 9 കൃപാവരങ്ങളും അവരിലെല്ലാം ഇത് ഓപ്പൺ ചെയ്യപ്പെടും. അവരിലെല്ലാം ഇത് ഫങ്ഷൻ ആയിക്കൊണ്ടിരിക്കും. അതാണ് പുതിയ നിയമ അഭിഷേകത്തിന്റെ പ്രത്യേകത. അത് നമ്മൾ പിന്നീട് പഠിക്കുമായിരിക്കും. ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു ഫ്രെയിം ഉണ്ട്. നമ്മൾ ആ ഫ്രെയിമിനുള്ളിലായിരിക്കണം ശുശ്രൂഷ. ബൈബിൾ പ്രഘോഷിക്കുന്നതുണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്നതുണ്ട്, ബൈബിളിലെ ജ്ഞാനം എഴുതുന്നതുണ്ട്. ഇതെല്ലാം ദൈവ ശുശ്രൂഷയാണ്. എന്നാൽ ചിലരെ ദൈവം വചനം പ്രഘോഷിക്കാൻ മാത്രമായി നിയോഗിക്കുന്നു. ചിലരെ ദൈവം വചനം പ്രസംഗിക്കാൻ മാത്രമായി നിയോഗിക്കുന്നു. ഈ വചന പ്രഘോഷകരും വചന പ്രസംഗകരും തമ്മിലുള്ള വ്യത്യാസം, പ്രസംഗകർക്ക് ബൈബിളിലുള്ള അറിവ് മാത്രം മതി. ആ വിശ്വസ്തതയിൽ നിന്ന് അവൻ തിരുവചനത്തെ പ്രസംഗിച്ചാൽ, പ്രബോധിപ്പിച്ചാൽ, പഠിപ്പിച്ചാൽ ദൈവപ്രവൃത്തി ജനമധ്യം വെളിപ്പെടും, ജനഹൃദയങ്ങൾ തുറക്കപ്പെടും, ആത്മാക്കൾ സുവിശേഷം കേൾക്കാനിടയായിത്തീരും. എന്നാൽ പ്രഘോഷിക്കപ്പെടുന്നവൻ, പ്രഘോഷകൻ, അത് വേറെ റേഞ്ചാണ്. പ്രസംഗകന്റെ അഭിഷേകത്തിന്റെ വർധനവിൽ ഉണ്ടാകുന്ന ഒരു രൂപമാറ്റമാണ് പ്രഘോഷണം. പ്രഘോഷകൻ എപ്പോഴും പ്രവചനം ആടിയപ്പെട്ട ഒരു പ്രഘോഷകനായിരിക്കും. അവൻ പുതിയ നിയമത്തിലെ പ്രവാചകനും ഒരുപോലെ പ്രഘോഷകനുമായിരിക്കും. പുതിയ നിയമത്തിലെ പ്രഘോഷകൻ പ്രവചനാത്മാവിൽ പ്രഘോഷിക്കണമെന്ന അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രസംഗിക്കുന്നവർ പ്രവചിക്കുന്നവരെ പോലെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രസംഗങ്ങളിലും പ്രവചനം കിടപ്പുണ്ട്. വചനങ്ങൾക്കെല്ലാം നിഗൂഢ പ്രബോധനങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്. അപ്പോ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് കിടക്കുന്ന ആ സത്യം എടുത്ത് വിതച്ച് പ്രവചനങ്ങളിലൂടെ ജനമധ്യയെ ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് ഓരോ വിളിയാണ്. പിന്നെ പരിചയിച്ചും ദൈവാത്മാവിന്റെ അഭിഷേകം വർദ്ധിച്ചും രൂപമാറ്റം, ശൈലിമാറ്റം, അഭിഷേകമാറ്റം, പ്രവൃത്തി മാറ്റം, ശക്തിയുടെ ഏരിയകളിൽ മാറ്റം, ഇതൊക്കെ സംഭവിക്കും. അങ്ങനെ കാലങ്ങളെടുത്ത് അഭിഷേകം പ്രാപിച്ച് ഒരു കല്ല് മറ്റൊരു കല്ലുമായി ഉരസി നല്ല മിനുസമുള്ളതുപോലെ ഓരോ ശുശ്രൂഷ സർവീസ് ചെയ്ത് പ്രവചിച്ച് നല്ലൊരു റേഞ്ചിൽ കയറുന്ന ഒരു നില ഉണ്ട്. അതും പരിശുദ്ധാത്മാവിന്റെ വളർച്ചയുടെ ഒരു ഏരിയയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഓരോ ദൈവ ശുശ്രൂഷകനെയും ദൈവം എന്തിനു വേണ്ടി നിയോഗിച്ചോ ആ നിയോഗമല്ലാതെ വേറൊരു ശുശ്രൂഷ കയറി അവൻ ചെയ്താൽ അവൻ ആ ഫ്രെയിമിനുള്ളിൽ നിന്ന് പുറത്തു പോകും. അവന്റെ ശുശ്രൂഷ സ്ലോവിലി മരവിക്കാൻ തുടങ്ങും. ഞാൻ ഈ കാര്യം മുൻപ് നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ദർശനം ലഭിച്ചവൻ അവന് ലഭിക്കുന്ന ദർശനത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ഫ്രെയിമിനുള്ളിൽ എന്നതുപോലെ വളരെ ശ്രദ്ധയോടെ അവൻ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൽ ശുശ്രൂഷകനായി യാത്ര ചെയ്യണം. സ്വർഗത്തിലേക്കായി യാത്ര ചെയ്തു പോകണം. ഫ്രെയിമിന് പുറത്തു പോയാൽ, ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ദൈവം എന്നെ നിയോഗിക്കാത്ത ശുശ്രൂഷ ചില സാഹചര്യങ്ങളിലൂടെ ചില ശുശ്രൂഷകരിലൂടെയൊക്കെ ജോയ് ബ്രദർ അത് ചെയ്യേ എന്ന് പറഞ്ഞപ്പോഴൊക്കെ പലപ്പോഴും എനിക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്കത് വലിയ ഭാരം ഉണ്ടാവുകയും വേദനകൾ ഉണ്ടാവുകയും എന്താ പറയാ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കുറവ് അനുഭവിക്കപ്പെടുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഏത് ഫ്രെയിമിലാണോ ദൈവം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് ആ ഫ്രെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഭൂമിയിൽ സർവീസ് ചെയ്ത് നമ്മൾ നിത്യതയെ കടക്കുക. അതിന് പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ വലിയ പ്രശസ്തനാകാൻ സാധ്യത കുറവായിരിക്കാം.
നമ്മുടെ മുമ്പിലുള്ള ഈ ഫ്രെയിം ആരും പ്രശസ്തനൊന്നും ആവേണ്ടതേ, കർത്താവ് അറിഞ്ഞാൽ മാത്രം മതി. നമ്മള് വലിയൊരു പ്രവാചക നിലയിൽ അല്ലെങ്കിൽ എന്താ പറയാ എനിക്കും അതുപോലെ ആകണം, അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളെ ദൈവം ഏത് ഫ്രെയിമിൽ ആക്കി വെച്ചോ ആ ഫ്രെയിമിൽ മാത്രം വിശ്വസ്തയോടെ നിന്നാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട. അങ്ങനെ തന്നെ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഇല്ല എങ്കിൽ നമുക്ക് തെറ്റുപറ്റും. അതാണ് അപ്പോസ്തലൻ നമ്മള് ഇതിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങളെ നിയോഗിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ അറിയണം. ആ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്താൽ, അധ്വാനിച്ചാൽ, നമ്മൾ ആ വേല ചെയ്താൽ, ആ ശുശ്രൂഷ ചെയ്താൽ, ആ ശുശ്രൂഷ നിർവഹിച്ചാൽ നമ്മൾ നിത്യതയിൽ കടക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എന്താണോ ശുശ്രൂഷയ്ക്കായി, ഏത് ശുശ്രൂഷയ്ക്കായിട്ടാണോ നിയോഗിക്കപ്പെട്ടത്, എന്താണോ നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷയുടെ നിയോഗം, ആ ഫ്രെയിം എന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ബാലാം പ്രവാചകനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദർശനം ലഭിച്ചവന്റെ പ്രവചനം. ദർശനം ലഭിച്ചവന്റെ പ്രവചനം. പ്രിയമുള്ളവരെ, ദർശനങ്ങൾ ലഭിച്ച് 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 നമ്മളെ ഒരു പ്രവാചക നിലയിലേക്ക് അല്ലെങ്കിൽ പ്രവാചക നിരയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു സ്റ്റെപ്പ് കയറ്റി നിർത്തുന്ന ഒരു നിലയുണ്ട്, ഒരു വിധമുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. അങ്ങനെ ഒരു രീതി ദൈവാത്മാവിനുണ്ട്. ദർശനങ്ങൾ കാണും. നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് എന്തോ ദർശനങ്ങൾ കാണുന്നു. നമ്മൾ ആ ദർശനത്തെ ഫോക്കസ് ചെയ്യുന്നു, ആ ദർശനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, ആ ദർശനങ്ങൾ നമ്മൾ എഴുതി വെക്കുക, ഹൃദയത്തിൽ എഴുതി വെക്കുക, മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ കണ്ടതുപോലെ, നമ്മൾ പറഞ്ഞപ്പോൾ കണ്ടതുപോലെ ആണ് നമ്മൾ പറഞ്ഞതെന്ന് എന്നതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാകാം, തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷെ സാരമില്ല, അത് ആദ്യ നാളുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മൾ കണ്ടത് മനസ്സിലാക്കിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ അതൊന്നും ഓർത്ത് ആരും കുറ്റബോധമോ എനിക്ക് ദർശനമില്ല എന്നൊന്നും ആരും വിശ്വസിക്കേണ്ടതില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. ദർശനങ്ങൾ ലഭിച്ച് 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 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചുരുങ്ങിയത് ഒരു 10-13 വർഷമെങ്കിലും ചിലത് ലഭിച്ച് 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 ഉരസി 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 അതിന്റെ നല്ല മിനുസം വന്ന് അത് നല്ല പാകത്തിലായി മാറാൻ ഒരു അവസരമുണ്ട്, ഒരു കാലമുണ്ട്, ഒരു 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 പ്രവൃത്തിയുണ്ട്. അങ്ങനെ ഒരു രീതി, ഒരു ശൈലി പരിശുദ്ധാത്മാവിനുണ്ട്. നമ്മുടെ ശുശ്രൂഷകളെല്ലാം അത് ഉരസി 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 അതിന് രൂപമാറ്റം സംഭവിക്കേണ്ടതുണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായിരുന്ന എൻ്റെ ആ ഒരു കാലം ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ടൊരു ഭാഷാപരം ഒരു വാക്ക് കിട്ടി. ആ വാക്ക് ഇതാണ്: തീത്തോം ലേക്ക്. അങ്ങനത്തെ ഒരു 2 വാക്കുകളാണ്, തീത്തോം ലേക്ക്. അങ്ങനെ ഒരു ഭാഷയാണ് ആദ്യമായി 95ന്റെ അവസാനത്തെങ്കിൽ എനിക്ക് ലഭിച്ചത്. ഒരു 96കളിൽ എൻ്റെ നാട്ടിലെ ഒരു 3-4 പേര് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് അഹങ്കാരത്തോടെ എനിക്കെന്തോ ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന ഭാവത്തിലൊക്കെ ഈ വാക്ക് കിട്ടിയ ബഹളം വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. തീത്തോം ലേക്ക്, തീത്തോം ലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ, ഉള്ളതിലും അധികം ഭാവം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ ഉള്ളതിലധികം ഭാവം ഒന്നും കാണിക്കണ്ട, ഭയങ്കര കൃപാവരം ലഭിച്ചു എന്ന ഭാവമൊന്നും വേണ്ട. ആ അളവിൽ ലഭിച്ച കൃപാവരത്തിൽ ആ കൃപയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ആ കൃപയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് സർവീസ് ചെയ്യാം.
ആ കൃപയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് ഈ ഭൂമിയിൽ വീഴ്ച ഉണ്ടാവില്ല. ആ കൃപയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. എളിമയോടെ സർവീസ് ചെയ്ത് നിത്യതയിൽ കടക്കാൻ കഴിയും. അതിന് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് മോനെ നീ എളിമപ്പെടണം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തീത്തോം ലേക്ക് എന്നത് കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും വലിയ കാര്യമായി സംഭവിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ദൈവം നമുക്ക് നമ്മളെ ഒരു നിലയിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി ദൈവം തരുന്ന താലന്തുകളാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ചില ഏരുകളാണ്, രഹസ്യ കൈമാറ്റങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, വർഷങ്ങൾ കൊണ്ടാണ് ശരിക്കും ഈ ഭാഷാവരത്തെ കുറിച്ച് പഠിപ്പിക്കാനുള്ള നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ ഭാഷകൾ അനവധിയായ നൂറുകണക്കിന്, ഞാനിപ്പോഴും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആയിരക്കണക്കിന് വാക്കുകൾ, ഭാഷകൾ എന്റെ അതരത്തിലൂടെ വന്നു പോയിട്ടുണ്ടാകും. ആയിരക്കണക്കിന്, അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയിരക്കണക്കിന്. മലാഷിമ മുറു മഹദില എന്ന് മായിൽ തുടങ്ങിയാൽ അതിൽ താ വന്നാൽ തബീൽ അബൂ മുഷ്താനിയ, ഇങ്ങനെ വന്ന് 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 ഉരസി 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 ഈ ഭാഷകളുടെ മനുഷ്യനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആ ഒരു റേഞ്ചിലേക്ക് മാറ്റും. പ്രവചനങ്ങൾ ദർശനങ്ങൾ വന്ന് ദർശനങ്ങളുടെ താഴ്വര, ദർശനങ്ങളുടെ ഗിരി ശൃംഗം, അങ്ങനെ ദർശനങ്ങളുടെ താഴ്ന്ന നിലയും ദർശനങ്ങളുടെ ഉയർന്ന നിലയും ദർശനങ്ങളുടെ ആഴമുള്ള ഏരിയകളും എല്ലാം സംഭരിച്ച് ദർശനങ്ങളിൽ നിന്ന് പ്രവചനങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. അങ്ങനെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാലയളവ്, ഒരു കാലം നമ്മുടെ എല്ലാ വിശുദ്ധ ജീവിതത്തിലുണ്ട്. അത് ചെറിയ ദർശനത്തിലാണ് ആരംഭിക്കുന്നത്. മറന്നു പോകരുത്. നിങ്ങൾ വലിയൊരു പ്രവാചകനാണ് എന്നുള്ളതിന്റെ തെളിവാണ് ചെറിയൊരു ദർശനം. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ, ബ്രദറെ അല്ലെങ്കിൽ സഹോദര സഹോദരി, ഞാനൊരു ചെറിയൊരു പ്രകാശം കണ്ടു, ഞാനൊരു ചെറിയ പൂ കണ്ടു, ഞാൻ ചെറിയൊരു എന്തെങ്കിലും കണ്ടു, കർത്താവിന്റെ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴോ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോഴോ ഞാൻ ചെറിയൊരു വെളിച്ചം കണ്ടു, ഒരു ചെറിയ ദർശനം ഞാൻ കണ്ടു എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ, അങ്ങനെ അനുഭവിച്ചുവെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിലയിലാണ് ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ, ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ നാളത്തെ പ്രവാചക ശുശ്രൂഷകനാണ്, ഒരു പ്രവാചക ശുശ്രൂഷകയാണ്, ഒരു പ്രവാചക ശുശ്രൂഷകനാണ്, ഒരു പ്രവാചക ശുശ്രൂഷകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭിച്ച ആ ചെറിയ ദർശനം, ആ ചെറിയ ദർശനങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ, അതിലേക്ക് മാത്രം ലക്ഷ്യമിട്ടാൽ, ശ്രദ്ധ വെച്ചാൽ, നിങ്ങൾ അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ, നിങ്ങൾക്ക് തുടർന്ന് പലവിധ ദർശനങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും. ആ ദർശനങ്ങളിൽ കൂടുതൽ സമയം ദർശനം ലഭിക്കുന്ന ഒരു രീതി ആത്മാവിൽ നിന്നുണ്ടാകുവാൻ തുടങ്ങും. അപ്പോൾ മുതൽ നിങ്ങൾ പ്രവാചകന്റെ തസ്തികയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അതാണ് 1 സാമുവേലിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ അതിന്റെ അവസാനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാവൂളിന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ സാധ്യതയുള്ള ഒരാത്മ പകർച്ചയെ കുറിച്ച് സാമുവേൽ പ്രവാചകൻ പങ്കുവയ്ക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തൊരു കാര്യം. അത് നാളത്തെ ഒരു ശുശ്രൂഷയിൽ നമുക്ക് ചെയ്യാം, പങ്കുവെക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ എങ്ങനെ കാറ്റ് വീശുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയം വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി. സമയം 10 മണിയായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം എല്ലാവരും അൺമ്യൂട്ടായി വേഗത്തിൽ സ്തുതിച്ച് നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ വീണ്ടും ഈ സെക്ഷൻ കാണാൻ കഴിയും. അതുകൊണ്ട് നാളെയും ഞാൻ തന്നെ, ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ തന്നെ ആകാനാണ് സാധ്യത. അടുത്ത തിങ്കളാഴ്ച വരെ
ഞാൻ തന്നെ ആകാനാണ് സാധ്യത. നിങ്ങൾ എല്ലാ ദിവസത്തിലും കഴിയുന്നത്ര ദിവസങ്ങളിലും എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങളും സാധ്യതകളും ഒക്കെ അനുകൂലമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെ കുറിച്ച് എല്ലാവരുമായി നിങ്ങൾ പങ്കുവെക്കണം. ഈ യൂട്യൂബിലുള്ള പ്രോഗ്രാംസ് നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഗ്ലോറിഫയർ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലുള്ള നമ്മുടെ ഇത് 8ാമത്തെ ദിവസമാണ്. ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവർക്കുമായി അയച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എല്ലാവരും ഒന്ന് വന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുക. ഷാൽബോറോ റിമന Hallelujah, 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 hallelujah.